അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് പഴുത്ത നാട്ടുമാങ്ങയാണ് കേട്ടോ. നാട്ടുമാങ്ങ എന്ന് പറയുമ്പോൾ അല്പം പോലും പുളിയില്ല. ഇത് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എറണാകുളത്ത് നിന്ന് വന്നതിന് ശേഷം കഴിച്ചു തീർത്താണ്. സാധാരണ ചില നാട്ടുമാങ്ങയ്ക്ക് ഇച്ചിരി പുളിയൊക്കെ കാണും, പുളി മധുരവും കൂടെ ആയിരിക്കും. പക്ഷേ ഇത് നല്ല മധുരമാണ് കേട്ടോ. ചെറുതാണെങ്കിലും നല്ല മധുരമാണ്. ഇത് ഫ്രിഡ്ജിനകത്തിരിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഏകദേശം ഒരാഴ്ചയായിരുന്നു. പക്ഷേ ചെറിയൊരു ഇതൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഇത്തിരി മോശമാകുന്നതിന് മുമ്പ് നമുക്ക് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനൊരു 5-6 എടുത്തിട്ട് പഴുത്ത മാങ്ങാക്കറി ഉണ്ടല്ലോ, പഴുത്ത മാങ്ങാക്കറി അത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര മധുരമാണ്, സൂപ്പറാണ്. ഇത് ശരിക്കും കഴിക്കാനാണ്, നല്ല മധുരമാണ്. എത്ര കഴിച്ചാലും തിന്നാലും മതിയാവില്ല. ഞാനാണ് ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ തൊലിയും കൂടെ തിന്നും, അങ്ങനെയാണിത്. നല്ല ജ്യൂസിയാണ്, നല്ല മധുരമാണ്. അപ്പോൾ ഞാനിത് തൊലി പൊളിച്ചെടുക്കാൻ പോവാണേ. ഇത് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിരിക്കട്ടെ. ഇതിലേക്ക് പൊളിച്ചിടാം. തൊലി ഇങ്ങനെ പൊളിക്കുകയാണ് ഞാൻ, കണ്ടോ നോക്ക്, ഇങ്ങനെ പൊളിക്കുകയാണ്. പക്ഷേ ആ തൊലിക്കകത്ത് എൻ്റെ ജ്യൂസ് ഉണ്ട്, അപ്പോൾ നമുക്കത് കഴിക്കാം. ഞാൻ ഇതിങ്ങനെ കടിച്ച് തിന്നും. ഇത് ഭയങ്കര ഇഷ്ടമാണ്, നല്ല മധുരമാണ്. കണ്ടോ, ഇത് ചെറുതാണ്. കഴിക്കുമ്പോൾ നമ്മളുണ്ടല്ലോ, ഇത് കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തൊണ്ടയിൽ പോകരുത്. ഇതിലും ചെറിയ മാങ്ങയുണ്ട്, കുഞ്ഞു മാങ്ങ. അപ്പോൾ ഒരു കൊല മാങ്ങയിൽ ഒരുപാട് മാങ്ങ കാണും, ഒരുപാട് മാങ്ങയുടെ എണ്ണം കാണും. നാട്ടുമാങ്ങ അങ്ങനെയാണല്ലോ, ഒരു കൊലയിൽ ഒത്തിരി കാണും. ഇങ്ങനെയാണ്. കുറച്ചൊന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു, കുറച്ച്. ബാക്കി കഴിക്കാം, ഞാൻ തന്നെ വേണം ഇത് കഴിച്ച് തീർക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കറിയാവും എന്ന് വിചാരിച്ചു. ഒരു 5-10 കറി വയ്ക്കാം, ബാക്കി കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞാനാണെങ്കിൽ ചിലപ്പം ഇതിനകത്ത് ചിലർ പുളിയില്ലാത്ത തൈര് ചേർക്കും കേട്ടോ. അത് നല്ലതുപോലെ കട്ട ഉടച്ചിട്ട് ചിലരത് ചേർക്കും. പക്ഷെ ഞാനാണെങ്കിൽ ഇത് താഴെ ഇച്ചിരി ചതഞ്ഞിട്ടൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അന്നേരം ഞാനാണെങ്കിൽ മുര് ഒന്നും ഇല്ലെങ്കിൽ വെറുതെയും കറി വയ്ക്കും ഇത് കേട്ടോ. വെറുതെയും കറി വയ്ക്കും. മുരിൻ്റെ തന്നെ അരപ്പൊക്കെ ചേർത്തിട്ട്, അതായത് തേങ്ങാശാലും ചേർക്കും. എന്നിട്ട് കറി തേങ്ങ അരയ്ക്കും, തേങ്ങായും ചുവന്നുള്ളിയും ജീരകവും ഒക്കെ കൂടെ. ഞാനത് കാണിച്ചു തരാം. കുറച്ച് പൊളിക്കട്ടെ. അപ്പോൾ കുറച്ച് ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊരു കറി വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയുണ്ട്, ഇനി മിച്ചം ഇത്രയുണ്ട്, അത് കഴിച്ച് തീർക്കണം. അപ്പം ഞാൻ ഇതിലാണ് കേട്ടോ, ഇതിലാണ്, അതായത് മൺകലാണ്. ഈ മൺകലം എന്ന് പറഞ്ഞാൽ ഇത് എന്നറിയോ, ഇത് നമ്മുടെ ഇവിടെ ക്ഷേത്രത്തിൽ 101 കലം എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട്. അത് എനിക്കൊന്ന് മീനമാസത്തിലെങ്ങാണ്ടാണ് ആ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് 101 കലം എന്ന് പറയുമ്പം ഇതൊരു കലമാണ്, കുഞ്ഞു കല. ഇതിനകത്ത് നമ്മളൊരു 101 വഴിപാട് സാധാരണ അസുഖങ്ങൾക്കോ എന്തെങ്കിലും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കോ ഒക്കെ നമ്മൾ നടത്തുമ്പോൾ പിന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കാണുന്നത് കുറച്ച് പായസം, കുറച്ച് ചോറ്, പിന്നെ പൂജ ചെയ്യുന്ന കുറച്ച് പുഷ്പങ്ങൾ, അത്രയൊക്കെ കാണുള്ളൂ. അതായത് നൈവേദ്യ ചോറ് കുറച്ച് കാണും. അത് വഴിപാടുകളിലാണ്. അപ്പോൾ ഇതുപോലത്തെ കുറേ ഇരിപ്പുണ്ട് ഇവിടെ. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് മോര് കാച്ചാനും പച്ചടി, ഇഞ്ചിക്കറി, ഇങ്ങനെ പുളിശ്ശേരി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഈ കുഞ്ഞിക്കല ഉപയോഗിക്കുന്നത്. പൂപ്പൽ പിടിച്ചു, ചുമ്മാ വെച്ചിരിക്കുകയാണ്. കഴുകിയതാണ്, പക്ഷേ എങ്കിലും ഉപയോഗിക്കാതിരുന്നോണ്ടേ പുറത്തൊക്കെ ചെറിയ പൂപ്പൽ. മൺചട്ടി മയക്കുന്നില്ല, ഇത് മയക്കിയതൊന്നും അല്ല കേട്ടോ, മയക്കിട്ടേ ഇല്ല. ഇതിങ്ങനെ തന്നെ, ഇത് കുറച്ചായി ഇവിടെ കുറേ ഇരിപ്പുണ്ട്. അപ്പം ഇത് ഇതിനകത്തോട്ട് ഇങ്ങനെ പറക്കിയിടണം, ഓരോന്നായിട്ട് ഇങ്ങനെ ഇടണം. പണ്ടൊക്കെ മാങ്ങ വീഴുമ്പോൾ ചെറിയ പ്രായത്തിലേ മാങ്ങ വീഴുന്നത് നോക്കി ഇങ്ങനെ മാവിൻ്റെ ചുട്ടിൽ പോയി നോക്കിയിരിക്കും. ഇങ്ങനെ മാവയിലോട്ടായിരിക്കും കണ്ണ് മുഴുവൻ. നമുക്ക് എറിയാൻ പറ്റില്ലല്ലോ, പെൺപിള്ളേരാകുമ്പോൾ എറിഞ്ഞാൽ ഉന്നമില്ല. അപ്പോൾ ഇപ്പം ഇഷ്ടം പോലെയാണ് മാങ്ങ. അപ്പം നമ്മൾ മാങ്ങ പൊളിച്ച് കറി വയ്ക്കാനുള്ള കുഞ്ഞിക്കലാണ് കേട്ടോ. കുഞ്ഞിക്കലത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 3-4 പച്ചമുളക് കീറിയത്. ഇതിനകത്ത് മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല, അതുകൊണ്ട് ചെറിയ പച്ചമുളകാണ് കേട്ടോ, അത് കീറിയത് ഇട്ടു. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി കേട്ടോ, മഞ്ഞൾപ്പൊടി
മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതലിടും, കാരണം കറിക്ക് നല്ല യെല്ലോ കളർ വേണം. അതിന് വേണ്ടിയിട്ട് കൂടുതലിട്ടാലും ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് ഉപ്പ് പൊടി ഇട്ടു കേട്ടോ. ഉപ്പ് ഞാൻ കയ്യിലാണെല്ലാം വാരിയിടുന്നത്. കുറച്ച് ഉപ്പ് പൊടി ഇട്ടു. പിന്നെ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി ഇത് അടുപ്പിലേക്ക് വെക്കണം. നമുക്കിത് അടുപ്പിൽ വയ്ക്കാം കേട്ടോ. അടുപ്പിൽ വെച്ചു. അങ്ങനെ മാങ്ങാപ്പുളിശ്ശേരിക്ക് വെച്ചു കേട്ടോ. ലൈറ്റിൻ്റെ ഇത് കാരണം ശരിക്കും അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വെച്ചു. ഇനി ഇത് മൂടി വയ്ക്കാം. വേവട്ടെ, തിളച്ച് ഒന്ന് വേവട്ടെ. തിളച്ചൊന്ന് നോക്കാം. തിളച്ച് വരുന്നുണ്ട്. ഇളക്കി കൊടുക്കാം. നിലവിലൊന്ന് തിളക്കട്ടെ. പഴുത്തതായതുകൊണ്ട് പെട്ടെന്നങ്ങ് ഒറ്റ തിളക്കി അതങ്ങ് പാകമാവും. അങ്ങനെ കടുക് വറുത്തതിലൊഴിച്ചു. വറ്റൽമുളക് ഇല്ലായിരുന്നു കേട്ടോ. വറ്റൽമുളക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന കാണും, നല്ല രസമായനെ. അങ്ങനെ മാമ്പഴപ്പുളിശ്ശേരിയായി കേട്ടോ. മാമ്പഴപ്പുളിശ്ശേരിയായി. അപ്പോൾ വീണ്ടും കാണാം. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.